നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാനും നമ്മുടെ റോമിലുള്ള മരിയ മേജർ ബസിലിക്കയിൽ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും മാർപ്പാപ്പയ്ക്ക് പൂക്കൾ സമർപ്പിക്കുവാനുമായി 4 രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 10 വയസ്സോളം പ്രായം വരുന്ന കുട്ടികളെയാണ് തിരഞ്ഞെടുത്തത്. അതിലൊരു കുട്ടി നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിലെ ഒരു മലയാളി കുട്ടിയാണ്. അവരുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ സുഹൃത്തുക്കളാണ്. നിയ എന്നാണ് മോളുടെ പേര്. നിയ മോളുടെ പാരൻസ് എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവരെ കുറേ വർഷമായിട്ട് എനിക്ക് പരിചയമുള്ളതാണ്. അപ്പം ഞാൻ നിയമോളുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ നമുക്ക് നിയമോളെ ഒന്ന് പരിചയപ്പെടാം. നിയമോളൊക്കെ ഇങ്ങനെ മാർപ്പാപ്പയ്ക്ക് പൂക്കൾ സമർപ്പിക്കാനായിട്ട് മോളെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ മോൾക്ക് എന്താ തോന്നിയത്? എനിക്ക് സന്തോഷമായി തോന്നി. കാരണം ഇത് ഫസ്റ്റ് മൊമെന്റ് ആണ് ഞാൻ മാർപ്പാപ്പയുടെ അടുത്ത് പോവാണത്. ഓക്കെ, നല്ല. മോള് മാർപ്പാപ്പേനെ ഇഷ്ടമായിരുന്നോ? മാർപ്പാപ്പേനെ ഒരു പ്രാവശ്യങ്ങൾ കണ്ടിട്ടുണ്ടോ നേരിട്ട്? ഇല്ല, കണ്ടിട്ടില്ല. ഈ പ്രാവശ്യം മാത്രം കണ്ടിട്ടുള്ളൂ. കാരണം ഒരു പ്രാവശ്യം ക്രിസ്മസിന് പോയപ്പോ കാണാൻ പറ്റിയിട്ടില്ല. കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? നിർഭാഗ്യവശാൽ അങ്ങനെ കാണാൻ പറ്റിയില്ല. എന്നാലും മോക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം മോക്ക് കിട്ടിയല്ലോ. മാർപ്പാപ്പയുടെ അവസാന സമയത്ത് സംസ്കാര ചടങ്ങുകളിൽ പൂക്കൾ സമർപ്പിക്കാൻ ഒരു ഭാഗ്യം കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പൊ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. മാർപ്പാപ്പയോടും പ്രാർത്ഥിച്ചോ? മാർപ്പാപ്പയുടെ മധ്യസ്ഥം ഞങ്ങളെ അനുഗ്രഹിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോ? മോള് ഇവിടെ ഇറ്റാലിയൻ സ്കൂളിലാണ് പഠിക്കുന്നത്, അതെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്? ഇറ്റാലിയൻ സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ മോള് നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ. വീട്ടില് അപ്പയമ്മയൊക്കെ മലയാളമാണോ സംസാരിക്കുന്നത് വീട്ടില്? അതാണ്. അപ്പൊ മോള് നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. നമ്മളിപ്പോ നിയമോളെ പരിചയപ്പെട്ടു. ഇനി നിയമോളുടെ പാരൻസ് ഇവിടെ ഉണ്ട്. നമ്മൾ അവരെയും കൂടി നമുക്ക് പരിചയപ്പെടാം. പറയൂ, പേര് പറയൂ. എൻ്റെ പേര് കരിപ്പേരി ഫ്രാൻസിസ് ഫനീഷ്. ഞാൻ നാട്ടില് ഇരിഞ്ഞാലക്കുട രൂപത പറപ്പൂക്കര ഇടവക പറപ്പൂക്കര ഇടവകയിലുള്ള ഒരു മുളങ്ങ് എന്നൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ബോംബെയിലാണ്. പക്ഷെ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. മോളും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ട്രൈ ചെയ്യുന്നുണ്ട്. കഞ്ചൻ മലയാളം പറയാം. ആദ്യം പറയില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം, ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പഠിച്ചതാണ്. മോളെ ഇപ്പൊ മാർപ്പാപ്പയ്ക്ക് പൂക്കൾ സമർപ്പിക്കാനായിട്ട് മോളെ സെലക്ട് ആയത് എങ്ങനെയായിരുന്നു? സെലക്ട് ആയത്, അതായത് ഞങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് പ്രതീക്ഷയോ ഒന്നുമില്ല. ഞാൻ നമ്മളുടെ പ്രക്കൂറയിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ പറയുന്ന ഒരു മൊമെന്റിൽ അതിനൊരു ഏകദേശം എനിക്ക് തോന്നുന്നു 5-10 മിനിറ്റുകൾക്ക് മുമ്പ് നമ്മളുടെ കർദിനാൾ ജോർജ് പൂക്കാടൻ നമ്മളുടെ സ്റ്റീഫൻ പിതാവിനെയും അതുപോലെ തന്നെ ബാബുച്ചൻ നമ്മളുടെ വികാരിയായിട്ടുള്ള ബസിലിക്ക സാന്താ അനസ്താസ്യയുടെ വികാരിയായിട്ടുള്ള ബാബുച്ചിനെ വിളിച്ച് ഇങ്ങനൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 4 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ്. അതിനകത്ത് ഒരു കുട്ടി നമ്മളുടെ ഇന്ത്യക്കാരി ആയിരിക്കണം. അപ്പൊ 10 വയസ്സ് പ്രായമുള്ള ഇറ്റാലിയൻ സംസാരിക്കുന്ന അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യ എന്നുള്ളൊരു കുട്ടിയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് എന്തോ ഒരു നിമിത്തം പോലെ ഞാൻ ആ ഒരു സമയത്ത് അവിടെ എത്തുകയും, അപ്പം എന്നെ അച്ഛന്മാർക്ക് അറിയാം, എൻ്റെ ഫാമിലീനെയും അവർക്കറിയാം. അപ്പം കൊച്ചിനെ കുറിച്ച് അറിയാം. അപ്പം അവിടെ ചെന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, അതായത് നീക്ക് എത്ര വയസ്സായി? അപ്പം ഞാൻ പറഞ്ഞു 10 വയസ്സാവും. അപ്പോൾ പറഞ്ഞു ഓക്കെ, അപ്പം നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൊമെന്റിലാണ് അങ്ങനെ കൺഫേംഡ് ആവുന്നത്. അങ്ങനെ കൊച്ചിനെ സെലക്ട് എന്ന് പറഞ്ഞപ്പോ എന്താ തോന്നിയത്? ഞാനത് സത്യം പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ ഞാനത് ഇത് എന്താ പറയാ ഒരിക്കലും വിശ്വസിച്ചില്ല. കാരണം നമുക്കത് നടക്കോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. പിന്നെ അച്ഛന്മാരും വിളിക്കും എന്നാണ് പറഞ്ഞത്. അതായത് അവിടെ നിന്ന് വത്തിക്കാനിൽ നിന്ന് നമ്മളെ വിളിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ വൈകിട്ട് വരെ ആരും വിളിച്ചില്ല. കാരണം ഞാൻ വൈകുന്നേരം മാർപ്പാപ്പയുടെ സെന്റ് പീറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്തും എന്നെ വിളിച്ചിട്ടില്ല. അപ്പം ഞാൻ കൊച്ചിനൊരു ഡ്രസ്സ്, അതിന്റെ നമുക്ക് എന്തെങ്കിലും ഡ്രസ് കോഡ് ഉണ്ടോ, അതുപോലെ തന്നെ കൊച്ചിന് എന്തെങ്കിലും ഡ്രസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് അങ്ങനെ സാധാരണ ഒരു ഫ്യൂണറലിനെ സംബന്ധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡ്രസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എനിവേ ഞാൻ ഒരു 8 മണിയായപ്പോ
അതായത് കാരണം കൺസേൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും മേടിക്കണ്ടേ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഇതുവരെയായിട്ടൊന്നും ആരും വിളിച്ച് കൺഫർമേഷൻ തന്നിട്ടില്ല. പക്ഷെ ഒരു 8:30 ഞാൻ നേരെ പോയിട്ട് ഒരു ഡ്രസ്സ് മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 11 മണിക്കാണ് നമ്മളുടെ ഡോൺ ഇവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മോൺസിഞ്ഞോർ ഡോൺ ഇവാൻ നമ്മൾ വിളിക്കുന്നത്, വത്തിക്കാനിൽ നിന്ന് വിളിക്കുന്നത്. അപ്പം ആള് പറഞ്ഞു അതായത് നാളെ രാവിലെ കൊച്ചിനെ കൊണ്ടുവരണം, 11 മണിക്ക് ബസിലിക്ക സാന്ത മരിയ മജോറയിൽ എത്തണം എന്ന് പറഞ്ഞു. എന്തായാലും ഇത്രയും ഒരു വലിയൊരു ഭാഗ്യം നമ്മുടെ നീയ കുട്ടിക്ക് എന്തായാലും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അത് ഒരു എന്താ പറയാ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതുവാണ്. ഒരു ദൈവാനുഗ്രഹം ഉണ്ട്, പ്രത്യേകിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ ഒരു അനുഗ്രഹം ഉണ്ടെന്നാണ് നമുക്കിപ്പോ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. തീർച്ചയായും. അതായത് എനിക്ക് തോന്നുന്നത് നീക്ക് ഇപ്പോഴും ഇതിന്റെ എന്താണ് ഞാൻ ചെയ്തതെന്നോ അതിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇപ്പോഴും നീക്കില്ല, അതിന്റെ ഇമ്പോർട്ടൻസും അറിയില്ല. എങ്ങനെയാണ് മോള് വൈകുന്നേരം പ്രാർത്ഥിക്കാൻ അതിനൊക്കെ? അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രാർത്ഥിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവളും അപ്പച്ചനും കൂടിയിട്ടാണ് മെയിൻ ആയിട്ട് പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതെ, അപ്പം അവൾ ഇവിടെ കാറ്റഗിസിന് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ മലയാളത്തിലാണ് നമ്മുടെ കാറ്റഗിസ് നമ്മുടെ പള്ളിയിൽ ഇതെടുക്കുന്നത്. അവൾക്ക് പ്രാർത്ഥനകളൊക്കെ അത്യാവശ്യം അറിയാം. പിന്നെ അപ്പച്ചന്റെ ഫുള്ള് ടൈം അപ്പച്ചൻ ഇവളുടെ കൂട്ടത്തില് പ്രാർത്ഥിക്കാനും പ്രാർത്ഥനകൾ പഠിപ്പിക്കാനും ഒക്കെ അപ്പച്ചൻ പുറകിലിരിക്കും. അപ്പൊ അതിന്റെ എല്ലാം കൂടി ഒരു ദൈവത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹം ആയിരിക്കാം നിയമോൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കിട്ടിയത്. നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സൗഭാഗ്യം കിട്ടിയതിൽ നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്നു. നമ്മുടെ ഫ്രാൻസിസ് പാപ്പ ഇന്ത്യയെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. എങ്കിലും ഇപ്പോൾ ലാസ്റ്റ് നിമിഷത്തിൽ മാർപ്പാപ്പയ്ക്ക് പൂക്കൾ സമർപ്പിക്കാനായിട്ട് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തോട് നമുക്ക് ഒരു ആദരവ് കാണിക്കുവാനും മാർപ്പാപ്പയുടെ ഒരു അനുഗ്രഹം തേടുവാനുമായിട്ട് ഇങ്ങനെ നിയമോൾക്ക് ഇങ്ങനെ ഒരു മലയാളി നമ്മുടെ ഒരു കുട്ടിക്ക് ഒരു കിട്ടിയതിൽ നമ്മൾ ദൈവത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. മാർപ്പാപ്പയുടെ മധ്യസ്ഥവും നമുക്ക് യാചിക്കാം. എന്നും മാർപ്പാപ്പയുടെ ഒരു അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ കൂടെ കൂടിയ പ്രണീഷും കഞ്ചൻ ഫാമിലിക്ക് നിയമോൾക്കും നിയമോളുടെ അനിയത്തി കുട്ടിക്കും ഒത്തിരി നന്ദി.